ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, പരിപ്പ്, ഇത്രയും സാധനങ്ങൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പരിപ്പ് കഴുകി അതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഇതിൻ്റെ ഒപ്പം തന്നെ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ 2 തക്കാളി ഞാനിതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് ഒറ്റ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും അതേപോലെ തന്നെ ഈ ഒരു വെണ്ടയ്ക്കയും പെട്ടെന്നാവും. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്തുന്നത്. എരിവ് നിങ്ങളുടെ ഇഷ്ടമാണ്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്താവുന്നതാണ്. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ കൂടി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങക്കായ് കുക്കറിലിട്ട് വിസിലടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ആഡ് ചെയ്ത് കൊടുക്കുക.